പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ പ്രിയ ദൈവമക്കളോടൊത്തായിരിക്കാൻ ദൈവം തന്ന കൃപയോർത്ത് ഞാൻ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താഭിഷക്തനെ കുടുംബത്തെയും ഞാൻ ഓർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളെ നയിക്കുവാൻ ദൈവം തിരഞ്ഞെടുത്ത ആ അഭിഷക്തനെ ഓർത്ത് ഞാൻ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ ദൈവമക്കളെ, നിങ്ങളെ ഓരോരുത്തരെയും കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. ഇന്ന് പകൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ കൂട്ടിക്കൊണ്ട് ഇവിടെ വന്നിരിക്കുമ്പോൾ ദൈവം ഓരോ ദിവസവും ദൈവം നമ്മളെ വിളിച്ച് വേർതിരിച്ച് അവൻ്റെ സന്നിധിയിൽ കൊണ്ടുവരുമ്പോൾ ദൈവത്തിന് ഓരോ പദ്ധതികളുണ്ട്. ആമേൻ, സ്തോത്രം. ഇന്ന് പകൽ നമ്മളിവിടെ ആയിരിക്കണമെന്നുണ്ട് ദൈവത്തിൻ്റെ തീരുമാനമാണ്. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. പരിശുദ്ധാത്മാവാണ് നമ്മളിവിടെ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. നന്ദിയോടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ഒരു ചെറിയ വേദഭാഗം നമുക്ക് വായിക്കാം. ഗലാത്യർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം 14-ാം വാക്യം. ഗലേഷ്യൻസ് chapter 3 verse 14. അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ. ആമേൻ. അബ്രഹാമിൻ്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ. ആമേൻ. കരങ്ങൾ ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ. നമ്മുടെ കണ്ണുകളെ ഒന്ന് അടച്ച് ഹല്ലേലൂയ ഈ വചനത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ആമേൻ, സ്തോത്രം. എല്ലാവരും ആത്മാവിൻ്റെ നിറവിൽ, കാരണം ഇന്ന് അനുഗ്രഹമായ ഒരു ആരാധന കഴിച്ചു. കർത്താവ് ഇന്ന് എന്നോട് സംസാരിക്കണം. ഞാനിവിടെ നിൽക്കുന്നത് അവിചാരിതമായിട്ടാണെങ്കിലും നിൽക്കുന്നത് ദൈവത്തിൻ്റെ സന്നിധിയിലാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് എന്നോട് സംസാരിക്കണം. ആമുഖമായി കർത്താവിൻ്റെ അഭിഷക്തൻ വചനം പറയുന്നതിനേക്കാൾ ഉപരിയായിട്ട് തൻ്റെ സാക്ഷ്യത്തിൽ കൂടി ദൈവത്തിൻ്റെ പ്രവൃത്തി നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. അതിന് പുറകെ ഞാനും ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ ഒരുമിച്ച് ആമേൻ ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കാവുന്നവർക്ക് ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കാം. അഭിഷേകത്തിൽ പ്രാർത്ഥിക്കാവുന്നവർക്ക്, ആത്മാവിൻ്റെ അഭിഷേകത്തിൽ പ്രാർത്ഥിക്കാവുന്നവർക്ക് അങ്ങനെ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നാവിൻ്റെ കെട്ടുകളൊക്കെ അഴിയണം. ആമേൻ, സ്തോത്രം. ഇപ്പോൾ ഞാനും ദൈവവുമായിട്ടുള്ള സംസാരിക്കുകയാണ്. ദൈവത്തിൻ്റെ മഹത്വം എൻ്റെ ജീവിതത്തിൽ വെളിപ്പെടണം. ഇന്ന് പകൽ എന്നോട് സംസാരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. എല്ലാ നാവുകളും ചലിക്കട്ടെ. ഹാരകമ ശാന്തര ദിഗരക ബശന്തരി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹമരവ ശദരി കടകര ഓരകശര ദിഖരകദൽ ഘടക. എല്ലാവരും ആത്മാവിൻ്റെ അഭിഷേകത്തിൽ പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. മനുഷ്യൻ്റെ വാക്കല്ല, ഇന്ന് കർത്താവിൻ്റെ വാക്ക് എനിക്ക് കേൾക്കണം. കർത്താവിൻ്റെ ശബ്ദം എനിക്ക് കേൾക്കണം. ആമേൻ, സ്തോത്രം. ആമേൻ, ഹല്ലേലൂയ. ഞാനിവിടെ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ആമേൻ, സ്തോത്രം, എല്ലാ അന്യത ചിന്തകളും വെടിയണം. അല്പസമയം ഞാൻ ഹല്ലേലൂയ കർത്താവിൻ്റെ വചനം പറയുമ്പോൾ ഈ വചനം വളരെ ദൈവം ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടി ആയിരുന്നു, വചനം ദൈവമായിരുന്നു. അപ്പോൾ ദൈവമാണ് ഇവിടെ നമ്മളോട് വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ ആമേൻ, സ്തോത്രം. നമ്മൾ വചനം എങ്ങനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു, സ്വീകരിക്കുന്നു, അതനുസരിച്ചായിരിക്കും ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ, സ്തോത്രം. ഞാൻ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ ആമേൻ, സ്തോത്രം, എനിക്കൊരു കാര്യം വെളിപ്പെട്ടു. ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ. എസ്കേൽ പ്രവചനം 37-ാം അധ്യായത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് ദൂതനെ കൊണ്ട് മരുഭൂമിയിൽ കൊണ്ട് നിർത്തിയിരിക്കുക. ആമേൻ, സ്തോത്രം. താൻ ചുറ്റും നോക്കുമ്പോൾ ഹല്ലേലൂയ, സ്തോത്രം, ജീവനില്ലാത്ത കുറേ അസ്ഥികൾ കിടക്കുന്നത് കാണിക്കും. ഹല്ലേലൂയ. യഹോവയായ ദൈവം പ്രവാചകനോട് ചോദിച്ചു, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ
ജീവിക്കുമോ? ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, ആമേൻ, സ്തോത്രം, ഇന്ന് ജീവനില്ലാത്തതിനെ ചിലത് ജീവൻ വെപ്പിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. വിശ്വസിക്കുന്ന എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. നിന്നെ മുന്നോട്ട് പോകുകയില്ലെന്ന് പറഞ്ഞിരിക്കുന്ന ആ വിഷയം ഇതന്ന് ജീവൻ വെക്കാൻ പോവുകയാണ്. ആമേൻ, സ്തോത്രം. തളർന്നു കിടക്കുന്ന അവസ്ഥയിൽ ജീവൻ വെക്കുകയില്ലെന്ന് പറയുന്നതായ വിഷയങ്ങളുടെ മേൽ ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വ്യാപരിക്കുമ്പോൾ അതിന്മേൽ ജീവൻ വ്യാപരിക്കാൻ പോവുക. ഹല്ലേലൂയ, സ്തോത്രം. വിശ്വസിച്ച് ഏറ്റെടുത്താട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. ഈ അസ്ഥികൾ ജീവിക്കുമോ? ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. നീ അസ്ഥിയെ നോക്കി പ്രവചിക്കുക, നിൻ്റെ വിഷയത്തെ നോക്കി നീ പറയുക. പരിശുദ്ധാത്മാവ് നിന്നിലുണ്ട്. ആമേൻ, സ്തോത്രം. പറയുക. ഹല്ലേലൂയ. അത് വെളിപ്പെട്ടു വരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന് ഇത് ശക്തിയോടെ പറയുമ്പോഴാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുന്നത്. നീ ഒരു വാക്ക് ശക്തിയോടെ പറയുമ്പോൾ അതിൻ്റെ പ്രതികൂലങ്ങളെല്ലാം മാറിപ്പോകും. ഹല്ലേലൂയ. നിൻ്റെ വാക്ക് നിൻ്റെ ആരോഗ്യമനുസരിച്ചായിരിക്കും പറയുന്നതെങ്കിലും അതിൻ്റെ പുറകിൽ വ്യാപരിക്കുന്നൊരു പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. അങ്ങനെ ഇന്ന് പകൽക്കാലം ഞാൻ ഹല്ലേലൂയ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഓർപ്പിക്കുന്നു. ദൈവമക്കളെ, ഇന്ന് ജീവനില്ലാത്തതിനെ ചിലത് ജീവിപ്പിക്കാൻ പോവുകയാണ്, അതിൽ ജീവൻ വെക്കാൻ പോവുകയാണ്. ബിസിനസ് ആയിരിക്കാം, ആരോഗ്യ പ്രശ്നമായിരിക്കാം, ഹല്ലേലൂയ, മുന്നോട്ടുള്ള തൊഴിൽ സംബന്ധമായിട്ടുള്ള പ്രശ്നമായിരിക്കാം, ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നമായിരിക്കാം. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ ആലയത്തിൽ വെളിപ്പെടുത്തുകയാണ്. അത് ചിലത് ജീവൻ വെക്കാൻ പോവുകയാണ്. ത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയിൽ ഇന്ന് ദൈവം ജീവൻ വെപ്പിക്കാൻ പോവുകയാണ്. മുന്നോട്ട് പോവുകയില്ലെന്നുള്ള വഴിയിൽ ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ജീവൻ വെപ്പിക്കാൻ പോവുകയാണ്. അത് പരിശുദ്ധാത്മാവ് വ്യാപരിച്ചാൽ അതിൽ ജീവൻ വെക്കും. ആമേൻ, ഹല്ലേലൂയ. കാണുമ്പോൾ വേറെ വേറെയാണ് കിടക്കുന്നത്. ആമേൻ. അസ്ഥികളെ നോക്കുമ്പോൾ അസ്ഥികൾ വെവ്വേറെ കിടക്കുന്നത്. ഹല്ലേലൂയ. ആ കാൽ വേറെ, കൈ വേറെ, ഭാഗങ്ങളായിട്ട് ഇങ്ങനെ കിടക്കുക, ഒരു ഓർഡർ ഇല്ലാതെ കിടക്കുക. ഇന്ന് പകൽക്കാലം ഞാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ പറയുന്നു, ഓർഡർ ഇല്ലാതെ കിടക്കുന്നതിനെ ഒരു ഓർഡറിലേക്ക് കൊണ്ടുവരാൻ പോവുക ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. കരങ്ങൾ ഉയർത്തി ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം അത്ഭുതം ചെയ്യും, ദൈവം അത്ഭുതം ചെയ്യും. അവൻ വലിയവൻ, വലിയത് എൻ്റെ ജീവിതത്തിൽ ചെയ്യും. ധൈര്യത്തോടെ പറയാൻ പറ്റുമോ? എത്ര പേർക്ക് പറയാൻ പറ്റും? ആമേൻ. അവൻ്റെ ജീവിതത്തിൽ വലിയത് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രതികൂലത്തിൽ നിന്ന് മാറിപ്പോവും. ആമേൻ, സ്തോത്രം. അപ്പോസ്തലനായ പോൾ, ആമേൻ, കപ്പൽ ഛേദത്തിന് ശേഷം നമ്മൾ തിരുവചനം വായിക്കുന്നുണ്ട്. പറയാൻ കൂടുതൽ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ചുരുക്കമായിട്ട് പറയാം. ഇപ്പോൾ അഭിഷക്തൻ ഇവിടെ ഒരു പാമ്പിൻ്റെ കാര്യം പറഞ്ഞു അല്ലേ? ഹല്ലേലൂയ, സ്തോത്രം. താൻ മെലിത്ത ദ്വീപിൽ ചെന്നപ്പോൾ രക്ഷപ്പെട്ട് മെലിത്ത ദ്വീപിൽ ചെന്നു. കപ്പൽ ഛേദം കഴിഞ്ഞു. അവിടുന്ന് രക്ഷപ്പെട്ട് മെലിത്ത ദ്വീപിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ബർബർമാരോട് കൂടി തീ കാഞ്ഞുകൊണ്ടിരുന്നപ്പോൾ തൻ്റെ കയ്യിൽ ഒരണലി ചുറ്റി. ആമേൻ, ഹല്ലേലൂയ. അഭിഷേകമുള്ളവൻ അതെന്താ ചെയ്തത്? കുടഞ്ഞ് തീ കളഞ്ഞു. മറ്റുള്ളവർ നോക്കിയപ്പോൾ ഹല്ലേലൂയ, ഈ അണലി കയറിക്കഴിഞ്ഞാൽ, അണലി കടിച്ചു കഴിഞ്ഞാൽ ഒറ്റ വീർത്ത് ആ സെക്കൻഡ് ചാകും. ആമേൻ. അഭിഷേകമുള്ളവനെ ചുറ്റിക്കഴിഞ്ഞാൽ അണലി ചാകും. ആമേൻ, ഹല്ലേലൂയ. അഭിഷേകം നിന്റെ ഉന്നിൽ വ്യാപരിക്കുന്ന ഈ അഭിഷേകമുണ്ടെങ്കിൽ നിന്നിൽ വ്യാപരിക്കുന്ന ഹല്ലേലൂയ, നിന്നോടടുക്കുന്ന ആ പ്രതികൂലത്തെ നീ അഭിഷേകത്തിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ, അഭിഷേകത്തിൻ്റെ തീയാൽ അതിനെ എരിച്ചു കളയണം. ആമേൻ, ഹല്ലേലൂയ. ഇത് ദഹിപ്പിക്കുന്ന അഗ്നിയാ. ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? വളരെ സീരിയസ് ആയിട്ടാണ് എല്ലാവരും ഇരിക്കുന്നത്. ആമേൻ. ഈ ദൈവസന്നിധിയിൽ സന്തോഷ പരിപൂർണതയുള്ളൂ. ഇവിടെ സന്തോഷിച്ചാലേ മറ്റൊരിടത്ത് സന്തോഷിക്കാൻ പറ്റത്തുള്ളൂ. സമാധാനം ഇവിടെയുള്ളൂ. അതാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, നിൻ്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും നിൻ്റെ വലത്തുഭാഗത്തും പ്രബോധങ്ങളുമുണ്ട്. ഇവിടെ സന്തോഷിക്കാൻ കഴിഞ്ഞില്ല, പിന്നെ എവിടെ സന്തോഷിക്കുന്നത്? എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത് അവൻ്റെ സന്നിധിയിൽ, എല്ലാം തരുന്നത് കർത്താവാണ്. ഈ ആരോഗ്യം തരുന്ന കർത്താവാണ്. എന്നെ നിർത്തിയിരിക്കുന്നത് കർത്താവാണ്. ഞാൻ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കുന്നെങ്കിൽ കർത്താവാണ്. ഹല്ലേലൂയ. നമുക്ക് ഫ്രീ ആയിട്ട് കർത്താവ് തരുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ ഓർക്കുന്നുണ്ടോ? അത് ഓർക്കുന്നുണ്ടോ? ഈ ജീവവായു കർത്താവ് നമുക്ക് ഫ്രീ ആയിട്ട് തന്നിരിക്കുക.
നമ്മൾ അതിൻ്റെ വില നമ്മൾ അറിയണമെങ്കിൽ പ്രിയ ദൈവമക്കളെ, നമ്മൾ ഹോസ്പിറ്റലിലൊന്ന് കയറി കിടക്കണം. ICU ചെല്ലുമ്പോൾ അവർ തരുന്ന ഹല്ലേലൂയ ഓക്സിജൻ തന്നു കഴിയുമ്പോൾ അതിൻ്റെ വില നമ്മൾ അന്നേരമാണ് മനസ്സിലാക്കുന്നത്. എടാ, ഇത്രയും വിലയുള്ള സാധനം എൻ്റെ ആയുസ് മുഴുവൻ 10-60 വയസ്സ് അല്ല 70 വർഷം വരെ എനിക്ക് ഫ്രീ ആയിട്ട് തരുന്ന ഒരു കർത്താവ് എനിക്കുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേരത് ചിന്തിക്കുന്നുണ്ട്? അതാരും മറക്കുന്നില്ല. എല്ലാവരും മറന്നുപോകും. കാരണം നിൽക്കുന്ന ഞാൻ എൻ്റെ ബലത്തിലാണ്. ആമേൻ, സ്തോത്രം, ആമേൻ. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുക. അനുഗ്രഹിക്കപ്പെട്ട ഗാന ശുശ്രൂഷയ്ക്കായി ഞാൻ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോഴും അവർ തന്നെയായിരുന്നു. ഹല്ലേലൂയ, സ്തോത്രം, ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ ഇവിടെ നമ്മൾ വായിച്ച വാക്യം, അബ്രഹാമിൻ്റെ അനുഗ്രഹം ക്രിസ്തുവേശുവിൽ കൂടി ജാതികൾക്ക് വരേണ്ടതിന് ആത്മാവെന്ന വാഗ്ദത്ത വിഷയം നമ്മൾ വിശ്വാസത്താൽ പ്രാപിക്കാൻ തന്നെ. ഹല്ലേലൂയ. അബ്രഹാമിൻ്റെ അനുഗ്രഹം എന്ന് പറയുന്നതിന് അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു. തന്നോട് പറഞ്ഞു 12-ാം അധ്യായത്തിൽ ഉൽപ്പത്തി 12 പറഞ്ഞു, ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോവുക, കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോവുക. ദൈവശബ്ദം കേട്ടു, ഇറങ്ങി തിരിച്ചു. ആമേൻ, സ്തോത്രം. ദേശം എന്നതാന്ന് പറഞ്ഞില്ല, എങ്ങനെ പോകണമെന്ന് പറഞ്ഞില്ല, അത് എത്ര ദിവസം യാത്ര ചെയ്യണമെന്ന് പറഞ്ഞില്ല, ഇതൊന്നും പറഞ്ഞില്ല. ദൈവശബ്ദം കേട്ടു, ഇറങ്ങിത്തിരിച്ചു. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. എപ്പോൾ ദൈവശബ്ദത്തിന് നാം കാതോർക്കുമ്പോൾ, ഹല്ലേലൂയ, ദൈവശബ്ദം നമ്മൾ കേൾക്കുമ്പോൾ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ നമ്മളതിനെ റിസീവ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ബാക്കി കാര്യം ചെയ്യുന്നത് കർത്താവാണ്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഈ വചനത്തിന് ജീവനുണ്ടെന്ന്. അവൻ്റെ വചനം വായിച്ചവരെ വിടുവിച്ചു. അവൻ്റെ വചനത്താൽ സകലതും ഉളവായി. ആ വചനത്താൽ വായിച്ചവരെ സൗഖ്യമാക്കി. വചനം വായിച്ചവരുടെ പ്രതികൂലത്തിൽ നിന്ന് അവരെ വിടുവിച്ചു. വചനം വായിച്ചവരുടെ കണ്ണുനീരിൽ നിന്ന് അവരെ വിടുവിച്ചു. വചനത്തിൻ്റെ ശക്തിയാണ്. ഈ വചനം പറയുന്നവർ ഒരുപക്ഷെ ഹല്ലേലൂയ, സ്തോത്രം, പ്രവാചകന്മാർ മാറിപ്പോവും, വചനം പറയുന്നവർ മാറിപ്പോവും, അല്ലേ? ആമേൻ, സ്തോത്രം. ശക്തന്മാരെല്ലാവരും മാറിപ്പോവും. മാറിപ്പോകാതെ നിൽക്കുന്ന ഒരൊറ്റ വചനമുള്ളൂ. അബ്രഹാം ഇന്ന് ജീവിക്കുന്നുണ്ടോ? ഇല്ല. പക്ഷേ അനുഗ്രഹം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക. ആ അനുഗ്രഹം ക്രിസ്തുയേശുവിൽ കൂടി ജാതികൾക്ക് വരേണ്ടതിന് ആത്മാവെന്ന വാഗ്ദത്ത വിഷയം. അവിടെ ഒരു വിഷയം കിടപ്പുണ്ട്. ഹല്ലേലൂയ. പ്രവർത്തിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. അപ്പോൾ ഈ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ, അപ്പോസ്തല പ്രവൃത്തികളിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, പരിശുദ്ധാത്മാവ് നിങ്ങളെ മേൽ വരുമ്പോൾ നിങ്ങളെ അവൻ സകല സത്യത്തിലും വഴി നടത്തും. ദൈവവുമായിട്ടുള്ള കണക്ഷൻ എന്ന് പറയുന്നത് ഈ പരിശുദ്ധാത്മാവാണ്. ആമേൻ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ആത്മാവ് എന്നിലുണ്ടെന്ന് വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിയാട്ടെ. എടാ, എപ്പോൾ അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തിട്ടുണ്ട്. നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഈ മക്കളെങ്കിൽ നമ്മൾ അവകാശികൾ, അല്ലേ? ആമേൻ, സ്തോത്രം. എപ്പോൾ കർത്താവിനെ വിശ്വസിച്ച് അവനെ കൈക്കൊണ്ട് കഴിയുമ്പോൾ, അവനെ കൈക്കൊണ്ട് കഴിയുമ്പോൾ എന്ന് പറഞ്ഞാൽ ഐ റിസീവ് ജീസസ് ആസ് മൈ സേവിയർ, അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എന്നിൽ വന്നു കഴിഞ്ഞു. ആമേൻ, സ്തോത്രം. പിന്നെ നയിക്കുന്നത് കർത്താവാണ്, പരിശുദ്ധാത്മാവാണ്. എത്ര പേർക്ക് അത് മനസ്സിലാകുന്നുണ്ട് ഞാൻ പറയുന്നത്? പിന്നെ നയിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ആമേൻ. അതാ കർത്താവ് യേശു പറഞ്ഞു, ലോകാവസാനത്തോളം എല്ലാ നാളും, ഒരു ദിവസമല്ല, എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. നിങ്ങളുടെ ദുഃഖത്തിൽ, നിങ്ങളുടെ രോഗത്തിൽ, നിങ്ങളുടെ കണ്ണുനീരിൽ, നിങ്ങളുടെ സമ്പത്തിൽ, നിങ്ങളുടെ ഞെരുക്കത്തിൽ, നിങ്ങളുടെ ഹല്ലേലൂയ, ഏത് പ്രതികൂലത്തിലും ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. പക്ഷെ നമ്മളതാ പ്രശ്നം വരുമ്പോൾ നമ്മൾ നോക്കുന്നത് ഈ പ്രശ്നത്തെയാണ്. ഹല്ലേലൂയ. അതാ സങ്കീർത്തനക്കാരൻ പറയുന്ന ദൈവം നമ്മുടെ സങ്കേതവും, സങ്കീർത്തനം പറയും ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു. അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യം വീണാലും ഞാൻ ഭയപ്പെടുകയില്ല. കാരണം ദൈവം അതിൻ്റെ മധ്യേയുണ്ട്. എൻ്റെ ദൈവമക്കളെ, നമുക്കൊരു വിഷയം വരുമ്പോൾ മാറിപ്പോകുന്നവനല്ല ദൈവം.
നമ്മൾ ഒരുപക്ഷെ വിചാരിക്കും, എടാ ഇത് കർത്താവ് ഇത്രത്തോളം അകന്നിരിക്കുന്നത് എന്താ ഈ വിഷയത്തിന്? ഇതിൻ്റെ പുറകിൽ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. നിനക്കൊരു വിഷയം വന്നു കഴിഞ്ഞാൽ ദൈവത്തിന് അതിൻ്റെ പുറകിൽ ഒരു പദ്ധതിയുണ്ടെന്ന്. ഹല്ലേലൂയ. നമുക്ക് തിരുവചനം വായിക്കുമ്പോൾ ദൈവമക്കളെ കർത്താവ് നടത്തിക്കൊണ്ട് വന്നതാ, ഇസ്രായേൽ ജനത്തെ നടത്തിക്കൊണ്ട് വന്നതാ. മുമ്പിലൊരു വലിയ ചെങ്കടൽ വന്നു, ഒരു വലിയ പ്രതികൂലം വന്നു. എടാ കർത്താവ് നടത്തിക്കൊണ്ട് വന്നു കഴിഞ്ഞപ്പോൾ മുമ്പശത്ത് വലിയൊരു പ്രതികൂലം. ഹല്ലേലൂയ. അതിൻ്റെ പുറകിൽ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. നിൻ്റെ ശത്രുവിൻ്റെ മേൽ നിനക്ക് ജയം വരണം, നിനക്ക് പിന്നെയുള്ള ഭീതിയെല്ലാം മാറണം. അവരെ കൊണ്ടൊന്ന് ഈ ചെങ്കടലിൽ മുക്കാനാണ് ദൈവത്തിൻ്റെ പദ്ധതി എന്ന് നിനക്കറിയത്തില്ല. ഹല്ലേലൂയ. അവൻ പുറകെ ഓടി വരിക. ഹല്ലേലൂയ. നിനക്ക് ചെങ്കടൽ ഇവിടെ കൊണ്ട്, പക്ഷെ നിനക്കവിടെ പാത തമ്പുരാൻ തുറക്കുമെന്ന്. ഹല്ലേലൂയ. ഒപ്പം നിൻ്റെ ശത്രുവിനെയും നശിപ്പിക്കും. ഹല്ലേലൂയ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? എടാ നിനക്കെതിരായി ഉയരുന്ന ഒരു ആയുധവും ഫലിക്കത്തില്ല. കാരണം എന്നാ? എൻ്റെ ഉള്ളിൽ അവനുണ്ട്. അത് എഫെസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. ഹല്ലേലൂയ. വിശ്വസിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ തിരിച്ചറിയണം. അനുഗ്രഹിക്കപ്പെട്ട സഭയ്ക്കായി ഞാൻ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവമക്കളെ, ഈ ഇപ്പം സാക്ഷ്യം പറഞ്ഞ ദൈവവചനെ ഓർത്ത് ഞാൻ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. അത് ദൈവവചനം പറയുന്നുണ്ട്, നിങ്ങളെ നടത്തിയവരെ നിങ്ങൾ ഓർക്കണം. ഹല്ലേലൂയ. കർത്തൃദാസൻ കർത്താവിൻ്റെ വേല ചെയ്യും, അവർ പ്രാർത്ഥിക്കും, അവർ അടുത്ത തലമുറയെ പ്രാർത്ഥിച്ച് വിടും. അവരെപ്പോഴും ചിലപ്പോൾ ഓർത്തിരുന്നെന്ന് വരികയില്ല, പക്ഷേ ഇത് കർത്താവ് കണ്ടുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങളെ നടത്തിയവരെ എപ്പോഴും ഓർക്കണം. ഹല്ലേലൂയ. ദൈവവചനത്തിൻ്റെ സത്യത, ദൈവവചനം പറയുന്നത് നിങ്ങളെ നടത്തിയവരെ നിങ്ങളെപ്പോഴും ഓർക്കണം. ഇവിടെ ഈ ആലയത്തിനകത്ത് നിങ്ങൾക്കിരിക്കാൻ ദൈവം തന്ന കൃപയ്ക്കായി ഞാൻ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മൾ ഏറ്റവും സന്തോഷിക്കേണ്ടത് ഈ കർത്താവിൻ്റെ രക്ഷാകര പദ്ധതിയിൽ ഞാൻ ആയി എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. ഒരു വലിയ വീട് ലഭിച്ചതുകൊണ്ടല്ല, വലിയ കാറ് ലഭിച്ചതുകൊണ്ടല്ല, വലിയ സാമ്പത്തിക സൗകര്യം വന്നതുകൊണ്ടല്ല, ഈ രക്ഷാകര പദ്ധതിയിലേക്ക് ദൈവം എന്നെ ആക്കിയല്ലോ എന്നോർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ഇതൊരു വലിയ പാക്കേജാ ദൈവമക്കളെ, നിങ്ങളത് മനസ്സിലാക്കണം. ആമേൻ, സ്തോത്രം. ഇവിടെ സഹോദരൻ നിന്നു, കർത്തൃദാസൻ പറഞ്ഞു, കണ്ടപ്പം മെലിഞ്ഞതായിരുന്നു. ഹല്ലേലൂയ. ദൈവം ഉയർത്തിയാൽ സാമ്പത്തികമായിട്ട് മാത്രമല്ല, ശാരീരികമായിട്ടും വർദ്ധിപ്പിക്കും, ആരോഗ്യപരമായിട്ടും വർദ്ധിപ്പിക്കും, എല്ലാവരെക്കാട്ടിലും ഉയർത്തും. അതാണ് ദൈവത്തിൻ്റെ പദ്ധതി. അപ്പം നമ്മൾ വിചാരിക്കും ഒരൊറ്റ കാര്യത്തിൽ മാത്രമേ ഉള്ളെന്ന്. കർത്താവ് ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് കംപ്ലീറ്റ്, ഇറ്റ് ഈസ് പൂർണ്ണതയാണ്. മറ്റുള്ളവർ നോക്കുമ്പോൾ ആരോഗ്യമില്ലാത്തവനാണോ? ആമേൻ, സ്തോത്രം. അവനെ ആരോഗ്യമുള്ളവനാക്കി മാറ്റും. ഹല്ലേലൂയ. നീ ബലഹീനനാണോ? നിന്നെ ശക്തിയുള്ളവനാക്കി മാറ്റും. സൗന്ദര്യമൊന്നും വലിയ വിഷയമല്ല. കർത്താവ് നോക്കുന്നത് അകത്താണ്. ഹല്ലേലൂയ. അവൻ ഹൃദയങ്ങളെ നോക്കുന്നവനാണ്. നിൻ്റെ ഹൃദയവിചാരങ്ങളെ ദൂരത്ത് നിന്നറിയുന്നവനാ. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. എത്രമാത്രം കർത്താവിനോട് പറ്റിയിരിക്കുന്നോ അത്രമാത്രം ബ്ലെസ്സിങ്ങാണ് ദൈവമക്കളെ. ഹല്ലേലൂയ. എനിക്കൊരു വിഷയം വന്നു കഴിഞ്ഞാൽ, കാരണം ഈ ജീവിതത്തിൽ ഒത്തിരി അനുഭവപ്പെട്ടതുകൊണ്ടാണ് ഞാൻ ധൈര്യത്തോടെ അവിടെ നിന്ന് നിങ്ങളോട് പറയുന്നത്. കർത്താവിനെ രുചിച്ചറിയുക. ഓ ടേസ്റ്റ് ആൻഡ് സീ. ഒരു ദൈവദാസന്മാർ ഇവിടെ ഇരുന്ന് പറയും, ദൈവവചനം നിങ്ങൾ കേൾക്കണം, ഇങ്ങനെ ചെയ്യണം. പക്ഷെ അത് ജീവിതത്തിന്, അതാണ് പരിജ്ഞാനം എന്ന് പറയുന്നത്. പരിജ്ഞാനം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ അനുഭവത്തിൽ കൂടി കർത്താവിനെ അറിയുക. ബി പ്രാക്ടിക്കൽ, പ്രാക്ടീസായിട്ട് ദൈവത്തെ അനുഭവിച്ചറിയുക. അങ്ങനെയുള്ളവർ ഒരിക്കലും ദൈവത്തെ വിട്ട് പോകത്തില്ലെന്നേ. ആമേൻ, ഹല്ലേലൂയ. പുറമേ ഉള്ളതൊന്നുമല്ല, ആ ദൈവത്തിൻ്റെ ഗ്രേസ് എനിക്ക് ആവശ്യമാണ്. A grace is sufficient for me for everything. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തതല്ല, ഞാനാണ് നിങ്ങളെ തിരഞ്ഞെടുത്തത്. എൻ്റെ വചനം നിങ്ങളിൽ ക്രിയ ചെയ്തു. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, ഹല്ലേലൂയ, സ്തോത്രം, ആത്മാവെന്ന വാക്തത്വ വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ. അപ്പോൾ വിശ്വസിക്കുന്നവർ മേൽ വ്യാപരിക്കുന്ന ഒരു ശക്തിയുണ്ട്, അത് പരിശുദ്ധാത്മാവ്. ഈ പരിശുദ്ധാത്മാവ് നമുക്ക് വന്നു കഴിയുമ്പോൾ വി റിയലൈസ് ദ ബ്ലെസ്സിങ് ഓഫ് അബ്രഹാം. ആമേൻ.
നമ്മളെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ ആ അനുഗ്രഹം എന്നതെന്ന് നമുക്ക് മനസ്സിലാവും. പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരും. ഞാൻ ഓരോ ചുവട് വെക്കുന്നതും പരിശുദ്ധാത്മാവിൻ്റെ നിറവിലാണ്. ഞാൻ എൻ്റെ ജോലി സ്ഥലത്ത് ഞാൻ കാല് വെക്കുന്നത് പരിശുദ്ധാത്മാവിലാണ്. ആമേ സ്തോത്രം. ദർ ഇസ് നോ ഒബ്സ്റ്റക്കിൾസ് ഇൻ ദ വേ. ആമേ സ്തോത്രം. ഞാൻ മുന്നോട്ട് പോകുമ്പോൾ ഒരു പ്രതികൂലവും കാണത്തില്ല. പ്രതികൂലമുണ്ടോ? അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, എനിക്കവിടെ പ്രതികൂലമുണ്ട്, എനിക്കിവിടെ പ്രതികൂലമുണ്ടെന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് പറയുന്നു, നീ പോക. ആമേ സ്തോത്രം. ഞാനിതൊന്നും അറിയുന്നില്ല. ഇതെല്ലാം തരണം ചെയ്യുവാൻ എന്നെ വിളിച്ചവൻ മതിയായവനാണെന്ന് എനിക്കൊരു ഉറപ്പുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. എത്ര പേർക്ക് ഉറപ്പുണ്ട്? കരങ്ങൾ ഒരു ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിയാട്ടെ. എൻ്റെ കർത്താവ് എന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവനെ ആ അന്ത്യം വരെ വിശ്വസ്തയോടെ എന്നെ നടത്താൻ, ഇത് എറ്റേർണിറ്റിയാണ്. ഈ വഴിക്ക് വെച്ച് ബ്ലോക്കായി നമ്മൾ ഒരു പക്ഷേ നമ്മുടെ ജീവൻ പോയി കഴിഞ്ഞാലും ഇത് നിത്യത വരെ എത്തിക്കുന്നതാണ്. ദൈവം ഒരു ഉറവ തുറന്നു കഴിഞ്ഞാൽ അതെവിടം വരെ എത്തും? അക്കരെ വരെ എത്തിക്കുന്നു. ഹല്ലേലൂയ. ഇതാണ് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി. ഹല്ലേലൂയ. ദൈവവചനത്തിൻ്റെ ശക്തി അതാണ്. ഇത് തീർന്നു പോകുന്നതല്ല. അതായത് കർത്താവായ യേശു പറഞ്ഞു, ആകാശം മാറിപ്പോവും, ഭൂമി മാറിപ്പോവും, പക്ഷേ എൻ്റെ വചനങ്ങൾ ഒരിക്കലും മാറിപ്പോകത്തില്ല. ഹല്ലേലൂയ. അപ്പോൾ ആത്മാവിൻ്റെ ശക്തി എന്ന് പ്രാപിക്കണം ദൈവമക്കളെ. അത് പ്രാപിക്കണമെങ്കിൽ വിശ്വാസത്താൽ പ്രാപിക്കണം. വിശ്വാസം എങ്ങനെയാണ് വരുന്നത്? നമ്മൾ റോമർക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, വിശ്വാസം കേൾവിയാലും, കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നുണ്ട്. ആമേൻ. അപ്പോൾ വചനം നമ്മളിങ്ങനെ വായിച്ച് വരുമ്പോൾ, അല്ലെങ്കിൽ വചനം നമ്മളെ അങ്ങ് ബലപ്പെടുത്തും, നമ്മുടെ വിശ്വാസത്തിൽ നമ്മളെ ഉറപ്പിക്കും. ആമേൻ സ്തോത്രം. അപ്പോൾ ആ അഭിഷേകം നമ്മളിൽ നിറഞ്ഞു കഴിയുമ്പോൾ അഭിഷേകത്തിൻ്റെ അതുകൊണ്ടാണ് ദാവീദ് പറയുന്നത്, എൻ്റെ ദൈവത്താൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞേലും, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. ബിക്കോസ് എന്നിലുള്ളവൻ ഈ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. എത്ര പേര് പറയും എന്നിലുള്ളവൻ? പറഞ്ഞേ ഹല്ലേലൂയ. നെഞ്ചത്ത് കൈവച്ചു പറഞ്ഞേ, എന്നിലുള്ളവൻ ഈ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. ഹല്ലേലൂയ. കാരണം എന്നെ ഉയർപ്പിച്ച, ഹല്ലേലൂയ, ഉയർപ്പിൻ്റെ ശക്തിയാണ് എന്നിൽ ഇരിക്കുന്നത്. ഹല്ലേലൂയ. അവൻ പറഞ്ഞു, ഞാൻ നിന്നെ ഒരു നാളും കൈവിടത്തില്ലെന്ന് അവൻ പറഞ്ഞിട്ടുണ്ട്. ഞാനത് ഏറ്റെടുക്കുന്നു. ആമേ സ്തോത്രം. ഒരു പ്രശ്നം വരുമ്പോൾ ആമേ സ്തോത്രം, അവൻ എൻ്റെ ഉള്ളിലുണ്ട്. ആമേ സ്തോത്രം. അതൊക്കെ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ നിങ്ങൾ പറയുന്നു, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാണ്, ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ട്. ആമേ സ്തോത്രം. അതുകൊണ്ട് നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ സ്തുതിക്കണം. ഹല്ലേലൂയ. ആമേൻ. മന്ദിരം വസിക്കുമ്പോൾ മന്ദിരം വിശുദ്ധമാണ്. ഹല്ലേലൂയ സ്തോത്രം. ഈ മന്ദിരം നശിപ്പിക്കുന്നവനെ അവർ നശിപ്പിക്കും. ആമേൻ. അപ്പം വേറൊരു വാക്യം കൂടെ നമ്മൾ പഠിക്കുന്നുണ്ട്, നിന്നെ തൊടുന്നവന് എൻ്റെ കണ്ണിൻ്റെ കൃഷ്ണമണിയെ തൊടുന്നതിന് തുല്യമാണ്. നിന്നെ തൊടുന്നവന് എൻ്റെ കണ്ണിൻ്റെ കൃഷ്ണമണിയെ തൊടണം. അത്ര ഒരു വലിയ വാട്ട് എ പ്രിവിലേജ് ദൈവം തന്നിരിക്കുന്നത്, ആ ഒരു അധികാരം, ആ ഒരു അവകാശം. ആമേ. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൽ നമ്മളിങ്ങനെ വായിക്കുമ്പോൾ ആ വാക്യം ഇങ്ങനെ വായിക്കുന്നുണ്ട്, വാഗ്ദത്തങ്ങൾ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ട് തന്നിരിക്കുക. ആമേ സ്തോത്രം. ആ ഒരൊറ്റ വാക്യം കൂടെ വായിച്ചിട്ട് ഞാൻ നിർത്താം ദൈവമക്കളെ. എഫെസ്യർ ചാപ്റ്റർ 1 അതും 14. തൻ്റെ സ്വന്തം ജനത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമായ വാഗ്ദത്തത്തിന് പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. ആമേൻ. നമുക്ക് തന്നിരിക്കുന്ന ഈ വാഗ്ദത്തം പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ട് തന്നിരിക്കുക. നമുക്കൊരു ആമേ സ്തോത്രം. നമുക്ക് വീട് എല്ലാം നമ്മൾ വാങ്ങുമില്ലേ? വീടെല്ലാം വാങ്ങുന്നതിന് വീടിനൊരു ആധാരപത്രം തരികയല്ലേ, ഒരു അവകാശപത്രം തരികയല്ലേ? അതിൽ ഗവൺമെൻറ്റിൻ്റെ ഒരു സീല് വെക്കത്തില്ലേ? സ്വർഗത്തിൽ നിന്നൊരു സീല് വെച്ചിട്ടുണ്ട്. അത് പരിശുദ്ധാത്മാവ് സീൽ ചെയ്ത് തന്നിരിക്കുകയെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. ഈ വാഗ്ദത്തം, അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തം പരിശുദ്ധാത്മാവ് സീൽ ചെയ്ത് തന്നിരിക്കുക. ആമേൻ, ഹല്ലേലൂയ. മടുത്തു പോകണ്ട, സ്വന്ത് പോകണ്ട. ആമേൻ സ്തോത്രം. കാരണം എൻ്റെ കയ്യിൽ അധികാരപത്രം ഉണ്ടെന്ന്.
ആമേൻ. അവകാശപത്രം എനിക്കുണ്ടെന്ന്. മക്കളെങ്കിലും എനിക്കൊരു അവകാശപത്രം സ്വർഗത്തിൽ നിന്ന് എഴുതി തന്നിട്ടുണ്ട്. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിയാട്ടെ. ആമേൻ, സ്തോത്രം. വെറുതെ എല്ലാവൻ അവൻ്റെ ആത്മാവിനാൽ ഈ വാഗ്ദത്തത്തെ സീൽ ചെയ്ത് തന്നിരിക്കുക എന്ന് ദൈവവചനം ഉറപ്പിച്ച് പറയുമ്പോൾ ഹല്ലേലൂയ, വിശ്വസിച്ച് വിശ്വാസത്താൽ പ്രാപിക്കാം. വിശ്വാസത്താൽ ആമേൻ. അവൻ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, ഞാൻ വിശ്വസിച്ചു, ഞാൻ പ്രസംഗിച്ചു. ആമേൻ. ഞാൻ വിശ്വസിച്ചു, ഞാൻ പോയി. ഹല്ലേലൂയ. ഞാൻ വിശ്വസിച്ചു, ദൈവം അത്ഭുതം ചെയ്തു. കർത്താവിൻ്റെ അടുത്ത് വരുമ്പോൾ കർത്താവ് ചോദിക്കുന്നുണ്ട്, നീ വിശ്വസിക്കുന്നു എന്നാണ് ചോദിക്കുന്നത്. ഒരൊറ്റ താക്കോലേ ഉള്ളൂ, ദൈവമക്കളെ, നിങ്ങൾ വിശ്വസിക്കുക. ഈ ഭൂമിയിലുള്ളതല്ല കാണുന്നത്, ഈ ഭൂമിയിൽ നോക്കുന്നത് കാണരുത്. ആമേൻ, സ്തോത്രം. നിങ്ങൾക്ക് വേറൊരു കണ്ണ് വേണം, പുറമേയുള്ള കണ്ണല്ല. ദൈവവചനം എന്ന് പറഞ്ഞാൽ ആത്മാവിൻ്റെ കണ്ണാണ്, ആത്മീയ കണ്ണാണ്. അപ്പോൾ നിങ്ങളുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിപ്പിച്ചു. അതാണ് ബേസിലേക്ക് എഴുതി ലേഖനം 1-ാം അധ്യായത്തിൽ നിങ്ങൾ പോകുമ്പോൾ വായിച്ച് നോക്കണം. നിങ്ങളുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് അവൻ്റെ വിളിയാലുള്ള ആശ എന്നതെന്നും അവൻ്റെ ബലത്തിൻ്റെ വല്ലഭത്വത്താൽ വ്യാപരിക്കുന്ന ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും വിശ്വസിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഹല്ലേലൂയ. അപ്പം നമ്മൾ പദവിയിലാണോ നിൽക്കുന്നത്? എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? അപ്പോൾ ഇന്ന് പകൽക്കാലം ഈ ആലയത്തിനകത്ത് കടന്നു വന്ന ദൈവമക്കളെ, ഇന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് എൻ്റെ പ്രശ്നത്തിന് വേണ്ടി ഇന്ന് ദൈവം ഒരു അത്ഭുതം ചെയ്തെന്ന് വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിയാട്ടെ. ഇന്നൊരു അത്ഭുത വിടുതൽ നടന്നിട്ട് ആരംഭത്തിൽ തന്നെ നടന്നിട്ടുണ്ട്. ദൈവദാസൻ ഇവിടെ ഹല്ലേലൂയ സ്തോത്രം തൻ്റെ സാക്ഷ്യം പറഞ്ഞപ്പോൾ തന്നെ ഇവിടെ അത്ഭുതം നടന്നിട്ടുണ്ട്. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. ദർശനത്തിനൊരു അവധി വെച്ചിരിക്കുന്നു. അത് സമാപ്തിയിലേക്ക് ഓടുന്നു. അത് വരും നിശ്ചയം. ദൈവം ഒരു വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതിൻ്റെ സമാപ്തിയിലേക്ക് ഓടിക്കൊണ്ടിരിക്കുക. അത് പൂർത്തീകരിക്കും. അതിന് ദൈവത്തിൻ്റെ സമയത്താണ്, നമ്മുടെ സമയത്തല്ല, ദൈവത്തിൻ്റെ സമയത്താണ്. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. നിർത്താൻ നേരം ഇന്ന് കയ്യൊന്ന് പോക്കിയേക്കണേ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നയിക്കുന്ന പോലെ ഞാനങ്ങ് പറഞ്ഞു പോകും. ഹല്ലേലൂയ. ഞങ്ങൾ 1-1.5 മണിക്കൂറൊക്കെ ഞങ്ങൾ നിന്നങ്ങ് പ്രസംഗിച്ച് പോകും. ഹല്ലേലൂയ, സ്തോത്രം. എത്ര പേർക്ക് സന്തോഷമുണ്ട്? സന്തോഷമുണ്ടെങ്കിൽ കരങ്ങൾ അടിച്ച് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിയാട്ടെ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് പകൽക്കാലം ദൈവം ചില വിഷയങ്ങളുടെ മേൽ ജീവൻ വെപ്പിച്ചിട്ടുണ്ടെന്ന്. ചില തകർന്നു കിടന്നതിനെ ഇന്ന് ജീവൻ വെപ്പിച്ചിട്ടുണ്ടെന്ന്. ഹല്ലേലൂയ. എത്ര പേര് ഉറപ്പോടെ വിശ്വസിക്കുക, എൻ്റെ വിഷയത്തിന് മേൽ ഇന്ന് പകൽക്കാലം ദൈവം അത്ഭുതം ചെയ്തു. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന് തെറ്റുപറ്റത്തില്ല. ദേവദാസൻ ആദ്യം പറഞ്ഞ, അഭിഷേകൻ ആദ്യം പറഞ്ഞതിനെ തൊട്ടാ ഞാനും പറയുന്നത്. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. ഇത് ആദ്യം തിരുവചനം തന്നെ ആദ്യം തൊട്ട് അവസാനം വരെ കണക്ഷൻസാണ് അല്ലേ? ഒരേ ആത്മാവ്. ഇപ്പോൾ നമ്മളിവിടെ കൂടി വന്നിരിക്കുന്ന നിങ്ങൾ പല വീടുകൾ, പല മുഖങ്ങൾ, പല ഭാഷകൾ, ഇതെല്ലാം ഉണ്ട്. പക്ഷേ ദൈവസന്നിധിയിൽ ഒരൊറ്റ ഭാഷയുള്ളൂ. ഹല്ലേലൂയ. ഒരൊറ്റ ആത്മാവേ ഉള്ളൂ. ഹല്ലേലൂയ. ഒരേ രക്തം. ഹല്ലേലൂയ. ഒരേ പാനപാത്രത്തിൻ്റെ പങ്കാളികൾ. ആമേൻ, ഹല്ലേലൂയ. അത് കർത്താവിൻ്റെ ശരീരമാണ്. ആമേൻ, ആമേൻ. ഓ റിയലൈസ്, നമ്മളൊന്നും മനസ്സിലാക്കിക്കുക. ഹല്ലേലൂയ. ഇത് ഈ വിശ്വാസ ജീവിതം എന്ന് പറഞ്ഞ വിശ്വാസത്തിൽ കടന്നു വരുന്ന ദൈവമക്കളെ, ഇത് ചെറിയ വിഷയമല്ല, ഇത് വലിയ വിഷയമാണ്. സൃഷ്ടാവിൻ്റെ വിഷയമാണ്. നിസ്സാരമായിട്ട് നമ്മൾ എല്ലാം നിസ്സാരമായിട്ട് എല്ലാ കാര്യങ്ങളും തരും. വില കൊടുത്താൽ, നീ അതേ വിശ്വാസത്തോടെ ഏറ്റെടുത്താൽ ദൈവം അത്ഭുതം ചെയ്യും. ദൈവം അത്ഭുതം ചെയ്യും. ഹല്ലേലൂയ. നീ വിശ്വസിക്കുമ്പോൾ നിനക്ക് വേണ്ടി വ്യാപരിക്കുന്ന ഒരു ശക്തിയുണ്ട്. ആ ശക്തി എൻ്റെ അബ്രഹാമിൻ്റെ അനുഗ്രഹം നിൻ്റെ മേൽ വ്യാപരിക്കും. അതിൽ ഹാമേ സ്തോത്രം. ഫസ്റ്റ് പീറ്ററിൽ നമ്മളിങ്ങനെ വായിക്കുന്നത്, സെക്കൻഡ് പീറ്ററിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, സ്വർഗ്ഗത്തിലെ ഹല്ലേലൂയ സ്തോത്രം, നിങ്ങൾക്ക് ജീവനും ഭക്തിക്കും വേണ്ടുന്നതെല്ലാം നിങ്ങളെ വിളിച്ചപ്പോൾ ദാനം ചെയ്തിരിക്കുക എന്നുണ്ട്, എഴുതിയിട്ടുണ്ട്. ആമേൻ. ഈ വിളി എന്ന് പറയുന്നത്, കർത്താവിൻ്റെ വിളി എന്ന് പറയുന്നത് അതൊരു പാക്കേജാണ്. പക്ഷെ ആ വിളിക്കകത്ത് നിന്നെങ്കിൽ മാത്രമേ അത് കിട്ടത്തുള്ളൂ. ആമേൻ. പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കുവാൻ നിങ്ങൾ ഇടം കൊടുത്താൽ ജീവിതത്തിൽ അത്ഭുതങ്ങൾ കാണുവാൻ ഇടയാകും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്?
കരങ്ങൾ ഉയർത്തി ഇരിക്കുന്ന നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ദൈവത്തിൻ സ്നേഹത്തിൻ ആഴം ഇത് വർണ്ണിപ്പാൻ നാവിനാൽ ആവതില്ലേ. എത്രയോ ശ്രേഷ്ഠമാം തൻ കരുതൽ എന്നെന്നും ഓർത്തിടും വൻ കൃപയാൽ 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 നിത്യം സ്നേഹിച്ച സ്നേഹമീനേ. കൃപയാൽ 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 എന്നിൽ പകർന്നൊരു ശക്തി. കൃപയാൽ 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 നിത്യം സ്നേഹിച്ച സ്നേഹമീനേ. കൃപയാൽ 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 എന്നിൽ പകർന്നൊരു ശക്തി. നിന്നകളേറിടും വേളകളിൽ വഴിദുഷിയേറിടും നാളുകളിൽ തകർന്നിടാതെ മനം കരുതുന്നവൻ താങ്ങിടും നിത്യവും തൻ കരത്താൽ. നിന്നകളേറിടും വേളകളിൽ വഴിദുഷിയേറിടും നാളുകളിൽ തളർന്നിടാതെ മനം കരുതുന്നവൻ താങ്ങിടും നിത്യവും തൻ കരത്താൽ. ചേർന്ന് പാടാം. കൃപയാൽ 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 നിത്യം സ്നേഹിച്ച സ്നേഹമീനേ. കൃപയാൽ 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 എന്നിൽ പകർന്നൊരു ശക്തി. എന്നിൽ പകർന്നൊരു ശക്തി. എന്നിൽ പകർന്നൊരു ശക്തി. പരിശുദ്ധ പിതാവേ, സ്വർഗ്ഗസ്ഥ നല്ല ദൈവമേ, ഈ നല്ല പകലിൽ നിന്റെ പ്രിയ മക്കളോടൊത്ത് ആയിരിക്കാൻ കർത്താവ് തന്ന കൃപകൾക്കായി സ്തോത്രം. നിന്റെ വചനത്തിൻ്റെ ശക്തി നിന്റെ മക്കളുടെ മേൽ അവിടുന്ന് വ്യാപരിച്ച് നിന്റെ മക്കളുടെ വിഷയങ്ങളുടെ മേൽ അവിടുന്ന് ദൈവത്തിൻ്റെ അത്ഭുതകരം നീട്ടിയതോർത്ത് ഞാൻ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. അഭിഷേകത്തിൻ്റെ ശക്തി നിന്റെ മക്കളുടെ മേൽ വ്യാപരിക്കണം. ഇതുവരെ ഹല്ലേലൂയ നടന്നിട്ടില്ലാത്ത, വിചാരിക്കുന്നതിനും നനയ്ക്കുന്നതിനും അത്യന്തപരമായി പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി, ജീവൻ വെക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഇന്ന് പകല് നിന്റെ മക്കളുടെ വിഷയങ്ങളുടെ മേൽ ഇവിടുന്ന് വ്യാപരിച്ചതിന് നന്ദിയോടെ സ്തോത്രം. അല്പസമയം ദൈവസന്നിധിയിൽ നിൽക്കുവാൻ പരിശുദ്ധാത്മാവ് കൃപ ചെയ്തതിന് നന്ദിയോടെ സ്തോത്രം. പ്രിയ ജനത്തെ അവിടുത്തെ പരിശുദ്ധ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കൃപ വ്യാപരിക്കട്ടെ, കൃപ വ്യാപരിക്കട്ടെ, ആത്മശക്തി വ്യാപരിക്കട്ടെ, അഭിഷേകം വ്യാപരിക്കട്ടെ, വിടുതൽ നടക്കട്ടെ, പുതുവഴികൾ തുറക്കപ്പെടട്ടെ. ഓ റഖമരമായി ശാന്തരധികാര. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ അല്പസമയം ഇവിടെ നിൽക്കുവാൻ എനിക്ക് സാവകാശം തന്ന പ്രിയ കർത്തൃദാസനോടും സഭയോടും ഞാൻ എൻ്റെ കർത്താവിലുള്ള സ്നേഹത്തെ, വന്ദനത്തെ അറിയിക്കുന്നു. നന്ദി. കർത്താവ്